കഴിഞ്ഞ ജുമുഅക്ക് നമ്മൾ പറഞ്ഞത് ഒരു മുത്തഖിയായ മനുഷ്യനായി തീരാൻ ആവശ്യമായ അടയാളങ്ങൾ, വ്യത്യസ്തമായ അടയാളങ്ങളുണ്ട്. ഒരു മുത്തഖിയായ മനുഷ്യന്റെ ദുനിയാവിൽ പ്രകടമാകുന്ന ആ അടയാളങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ശഹ്റു റമദാൻ കൊണ്ട് അർത്ഥമാക്കുന്ന ലഅല്ലക്കും തത്തഖൂൻ എന്ന സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലൊന്നാമതായി നമ്മൾ പറഞ്ഞത് അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വതിലാവത്തിൽ ഖുർആൻ. ആ വ്യക്തിയുടെ മുഖ്യമായ ലക്ഷ്യം ഒരൊഴിവ് കിട്ടിയാൽ ഇബാദത്ത് എടുക്കണം, ഖുർആൻ ഓതണം. ഈ ഒരു ലക്ഷ്യമായിരിക്കും ഒരു മുത്തഖിയായ മനുഷ്യനുണ്ടാവുക. മറ്റു വേറെ ദുന്യവിയായ വിഷയങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൂല. പരമാവധി ശഹ്റു റമദാൻ വരുമ്പോൾ എന്നെല്ലാം അവന്റെ ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി നന്മക്ക് വേണ്ടി ചെലവഴിക്കുക. അതിൽ പ്രധാനപ്പെട്ട നന്മയായ ഖുർആൻ ഓതാൻ വേണ്ടി സമയം ചെലവഴിക്കുക. ഇതൊരു മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അടയാളം, നമ്മളിൽ വർദ്ധിച്ചു വരേണ്ട ഒരു അടയാളമാണ് മരണത്തിനെ ധാരാളം ഓർക്കുക എന്നതൊരു മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ്. എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണം. ലോകത്ത് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ഒരേ ഒരു സംഗതി മരണമാണ്. പ്രപഞ്ച സൃഷ്ടാവിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ തന്നെ അഭിപ്രായം വ്യത്യാസമുള്ളവരുണ്ട്. നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്. പ്രവാചകനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ മുഅ്ജിസത്തായ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ മഖ്ലൂഖാണോ അല്ലേ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരേ ഒരു കാര്യം, ഏത് യുക്തിവാദിയും നിരീശ്വരവാദിയും പണക്കാരനും പാവപ്പെട്ടവനും രാജാവും അടിമകളും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വിഷയം മരണമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വഅബ്ദൂ റബ്ബക്കും ഹത്താ യഅതിയകൽ യഖീൻ. മരണം എന്നതിനെ സംബന്ധിച്ച് യഖീൻ എന്നാണ് പറഞ്ഞത്. യഖീൻ വരുന്നത് വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വമാ ഖലഖ്തുൽ ഇൻസ വൽ ജിന്ന ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളെ പഠിച്ചത്. അല്ലാഹു നമ്മളെ പഠിച്ചതിന്റെ ലക്ഷ്യം അതാണ്. ആ ഇബാദത്ത് എടുക്കേണ്ടത് ഏത് സമയം വരെയാണ്? ഹത്താ യഅതിയകൽ യഖീൻ. ഉറപ്പ് എന്നാണ് യഖീനിന്റെ മലയാള അർത്ഥം. ആ ഉറപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണമാണ്. ആ മരണത്തിന്റെ വിഷയത്തിൽ തർക്കമില്ലല്ലോ. ആ മരണത്തിനെ കുറിച്ച് എപ്പോഴും ഓർക്കുക എന്നത്, അതിനെ കുറിച്ച് ഓർത്ത് കരയുക എന്നത് മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉപ്പമാരെ, മരണത്തിന് ധാരാളം അടയാളങ്ങൾ നമുക്ക് മുന്നറിയിപ്പുകൾ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സമയത്തും മരണത്തിനുള്ള മുന്നറിയിപ്പുകൾ, നദീറുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്താണല്ലോ, നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി ഖുൽ യതവഫാകുൽ മലക്കുൽ മൗത്തില്ലദീ വക്കില ബികും, നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിക്കപ്പെട്ട മലക്കാണല്ലോ അസ്റായീൽ അലൈഹിസ്സലാം. ആ അസ്റായീൽ അലൈഹിസ്സലാം ഒരു ദിവസത്തിൽ 5 തവണ ഒരു വ്യക്തിയുടെ അടുക്കൽ വരുന്നുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ ഈ വ്യക്തി ഉണ്ടോ എന്ന് പരിശോധന നടത്താനാണ് വരുന്നത്. ആ സമയം ഏതാണ് എന്ന് ജഅഫർ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതാണ് ആ സമയം? 5 വക്ത് നിസ്കാരത്തിന്റെ സമയത്തും അസ്റായീൽ അലൈഹിസ്സലാം എന്റെയും നിങ്ങളുടെയും അടുക്കൽ വന്നു പോകുന്നുണ്ട്. ഇന്നത്തെ ലിസ്റ്റിൽ ഇദ്ദേഹം ഉണ്ടോ? ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ ഏത് വ്യക്തിയുടെ അടുക്കലും 5 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അസ്റായീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്. ആ അസ്റായീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നുണ്ട്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രഗൽഭനാണല്ലോ.
വലിയ ഇരുമ്പിന്റെ വസ്തുക്കൾ സ്വന്തം കൈകൊണ്ട് വളക്കാൻ മാത്രം വലിയ കഴിവും ശക്തിയും നൽകിയ മഹാനാണല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിനെ പഠിപ്പിച്ചതിൽ വലിയ പങ്ക് ദാവൂദ് നബി അലൈഹിസ്സലാമിനുണ്ട്. ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഒരിക്കൽ അസ്റായീൽ അലൈഹിസ്സലാം വന്നു. അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ വന്നത്? റൂഹ് പിടിക്കാൻ വന്നതാണ്. എന്താ ഇതൊന്നൊരു മുന്നറിയിപ്പില്ലാതെയാണോ വരുന്നത്? അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ പറ്റി പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഉമർ തങ്ങൾ എല്ലാ നിലക്കും നല്ല ധൈര്യമുള്ള ആളാണ്. ആ ഉമർ തങ്ങളെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വന്ന മുങ്കർ നക്കീർ അലൈഹിസ്സലാം മൻ റബ്ബുക എന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചതാണ്, നിങ്ങളെ രക്ഷിതാവ് ആരാണ്? അപ്പൊ മറ്റേ മുങ്കർ നക്കീറിൽപ്പെട്ട നക്കീർ അലൈഹിസ്സലാം മുങ്കറിനോട് പറഞ്ഞു, ചോദിക്കുന്നത് ആരോടാണ്? ഉമർ തങ്ങളോടാണ്. അതുകൊണ്ട് നമുക്ക് ചോദ്യം നിർത്താം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ പവറുള്ള മഹാനാണ്. ഈ ദാവൂദ് നബി ഇസ്ലാമിനെ റൂഹ് പിടിക്കാൻ വന്നപ്പോ ദാവൂദ് നബി ഇസ്ലാം ചോദിച്ചു, പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും ഇല്ലേ? എന്നോട് വന്ന് റൂഹിനെ പിടിച്ചു പോകലാ. ചോദിച്ചു, ഐന ജാറുക്കും, നിങ്ങളെ അയൽവാസി എവിടെ? നിങ്ങളെ കൂടെ ജീവിച്ച നിങ്ങളെ അതേ പ്രായത്തിലുള്ള നിങ്ങളെ അയൽവാസി ഉണ്ടല്ലോ, അദ്ദേഹം എവിടെ? അദ്ദേഹം മരണപ്പെട്ടു. ആ മരണം നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ദാവൂദ് നബിയേ. അങ്ങനെ പല മുന്നറിയിപ്പുകളും നമ്മൾ മരിക്കാനായിട്ടുണ്ട്. മരണത്തിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്ന പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. അൽ ഹുമ്മാ നദീറുൽ മൗത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. നമുക്ക് ഇടക്കിടക്ക് വരുന്ന പനി മരണത്തിനുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ തന്നെ ശരീരത്തിലെ തലയിലെയും താടിയിലെയും മുടികൾ നരക്കുന്നത് മരണത്തിന്റെ മുന്നറിയിപ്പാണ്. ശരീരത്തിന്റെ കെണുപ്പുകൾക്ക് ക്ഷീണം വരുന്നത് കണ്ടിട്ടില്ലേ? എല്ലുകൾ ദ്രവിച്ചു പോകുന്നത് കണ്ടിട്ടില്ലേ? മനുഷ്യന്റെ ശരീരം നശിക്കാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പില്ലാതെ ആരുടെയും റൂഹിനെ പിടിക്കുന്നില്ല. അപ്പൊ മുന്നറിയിപ്പുകൾ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത രീതികളിലാണ് നൽകുന്നത് എന്ന് മാത്രം. ആ മുന്നറിയിപ്പ് നമുക്ക് വരുമ്പോൾ കൂടുതലായി മരണത്തിനെ കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് 40 വയസ്സ് കഴിഞ്ഞ ആൾ എപ്പോഴും മരണത്തിനെ കാത്തിരിക്കണം. ആ 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കിടക്കുന്ന തലയണന്റെ താഴെ ആ വ്യക്തിക്ക് ആവശ്യമായ വസിയത്തുകൾ എഴുതി വെക്കുക എന്നത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് ആര് കുളിപ്പിക്കണം, എന്റെ ജനാസ ആര് നിസ്കരിക്കണം, എന്റെ സമ്പത്ത് എന്ത് ചെയ്യണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വസിയത്തുകൾ എഴുതി വെക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മരണത്തിനെ കുറിച്ച് ധാരാളം ചിന്തിക്കുക എന്നത് ഒരു മുത്തഖിയായ മനുഷ്യന്റെ അടയാളമാണ്. ഓരോ മയ്യത്തിന്റെ കൂടെ നമ്മൾ പോകുമ്പോ, ഓരോ മയ്യത്ത് കട്ടിലും ചുമലിലേറ്റി കൊണ്ടുപോകുമ്പോ ചിന്തിക്കണേ മുഅ്മിനേ, ഇതുപോലെ എന്നെയും ഒരു ദിവസം കൊണ്ടുപോകാനുണ്ടല്ലോ. ഒന്നും മിണ്ടാൻ കഴിയാതെ, ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ ഈ ഒരു യാത്ര എനിക്കുമുണ്ടല്ലോ. മറ്റുള്ള ജനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ടല്ലോ. ആ രൂപത്തിൽ ചിന്തിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് ആ ജനാസ വെച്ചുകൊണ്ട് അതാ പള്ളിയിലുള്ള മഹല്ലിലുള്ള മുഴുവൻ ആളുകളും സഫായി നിന്നുകൊണ്ട് ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടു, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം, സാമ്പത്തികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളേറ്റെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോ നമ്മളും ചിന്തിക്കണം, ഇതേപോലൊരവസ്ഥ എനിക്ക് വരാനുണ്ടല്ലോ. ആ സമയത്ത് എന്റെ ഹക്കടപാടുകൾ തീർക്കേണ്ടതുണ്ടല്ലോ. എന്റെ ഹക്കടപാടുകൾ എന്റെ മക്കൾ ഏറ്റെടുത്തുകൊണ്ട് പ്രയാസപ്പെടേണ്ട അവസ്ഥ വരാൻ പാടില്ലല്ലോ. അല്ലാ, ഞങ്ങളെ ഹക്കടപാടുകളൊക്കെ നീ തീർത്തു തരണേ റഹ്മാനേ. ഹക്കടപാടില്ലാതെ മരിക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് നമുക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു തന്നത് ഇത്തരം ഓരോ സന്ദർഭങ്ങളിലും മരണത്തിനെ കുറിച്ച് ആലോചിക്കണം. ഓരോ ഘട്ടങ്ങളിലും മരണം പിന്നിലുണ്ടെന്ന ബോധത്തോടു കൂടെ ജീവിക്കണം. ആ ചിന്തയുള്ള ആളുകൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തൂല. ഏത് അവസരം കിട്ടിയാലും എന്റെ മരണം അടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ കിട്ടിയ അവസരം ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തുക. ആ മരണത്തിനെ കുറിച്ച് ബോധമുള്ള ആളുകൾ പള്ളിയിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്
എന്ന് ബാങ്കുളി കേൾക്കുമ്പോ അതിനെതിരെ തിരിഞ്ഞു കളയൂല. പടച്ചറപ്പേ, എനിക്ക് അവസരം കിട്ടിയതാണല്ലോ നിസ്കരിക്കാൻ, നീ ആയുസ് തന്നു, എനിക്ക് ആരോഗ്യം തന്നു, ഞാൻ പള്ളിയിൽ പോയി ഒന്ന് നിസ്കരിക്കണല്ലോ, ആ ചിന്ത വരുന്ന വിഷയത്തിൽ ഒരു പ്രശ്നം വരൂല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അവസരം കിട്ടുമ്പോൾ ആ അവസരങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നത് മരണത്തിനെ കുറിച്ച് ചിന്തയുള്ള ആളുകളുടെ അടയാളമാണ്. ഒരൊറ്റ വിഷയം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. റഹ്മത്തിന്റെ 10 ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്, കഴിയാൻ പോകുന്നത്. നാളത്തെ സൂര്യാസ്തമയത്തോടുകൂടെ മഗ്ഫിറത്തിന്റെ 10 കടക്കാൻ പോകുന്നത്. മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്ത, ആ മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നറിയോ? ഏറ്റവും അധികം ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ അടുക്കൽ പാരത്രികമായ ലോകത്തേക്ക് മരണത്തോടുകൂടെ കടക്കുകയാണ്. ആ പാരത്രികമായ ലോകത്തുള്ള ആദ്യത്തെ കടമ്പയായ ഖബർ, ആ ഖബറിന്റെ ശേഷമുള്ള ജീവിതം, പുനർജീവിതം, മഹ്ശറ, വിചാരണ, ഓരോ ഘട്ടങ്ങളിലും വിജയിക്കണമെങ്കിൽ പാപമുക്തരായിട്ട് റബ്ബിന്റെ സവിധത്തിലേക്ക് പോകേണ്ടതില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിച്ചത് അതാ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ തിന്മയിലേക്കും നന്മയിലേക്കും ചാഞ്ചാട്ടമുള്ള മനസ്സുമായിട്ടാണ്. ആ തിന്മയെ, വികാരങ്ങളെ, വിചാരങ്ങളെ കൊണ്ട് നേരിടുമ്പോഴാണല്ലോ വിജയിക്കുന്നത്. അപ്പൊ തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് മനുഷ്യരായ നാം എല്ലാവരും. നമ്മൾ മഅസൂമീങ്ങളല്ല. അമ്പിയാക്കളെ അടുക്കൽ നിന്ന് തെറ്റു സംഭവിക്കൂല. വലിയ വലിയ ഔലിയാക്കൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി ഹിഫ്ദ് നൽകിയിട്ടുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. നമ്മളിൽ നിന്ന് വലിയ വലിയ തെറ്റുകളും ചെറിയ തെറ്റുകളും ധാരാളം സംഭവിക്കാം. പറയുന്ന എന്നോടും നിങ്ങളോടും പറയട്ടെ, ഈ മഗ്ഫിറത്തിന്റെ 10 കടന്ന് ആ 10 തീരുന്നതിന് മുമ്പ് നമ്മൾ പ്രായപൂർത്തിയായത് മുതൽ ഈ സമയം വരെ നമ്മളിൽ വന്ന തെറ്റുകൾ മുഴുവനും പൊറുക്കപ്പെട്ടിട്ടല്ലാതെ നമ്മൾ യാത്രയാക്കല്ല. اللهم اغفر لي ذنوبي يا رب العالمين. ഓരോ സമയത്തും ഓരോ വക്തിലും നമ്മൾ ദ്വാരക്കുമ്പോൾ കരഞ്ഞ് ദുആ ചെയ്യണം. അല്ലാഹ്, അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകുമോ അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുമോ, അതല്ല ശരിക്കൊന്ന് നോമ്പെടുക്കാൻ പോലും കഴിയാതെ രോഗിയായി കിടക്കേണ്ടി വരുമോ അറിയില്ല. അതുകൊണ്ട് ഈ മഗ്ഫിറത്തിന്റെ 10 ഞാൻ യാത്രയാക്കുമ്പോൾ നന്നായി റബ്ബിനോട് തൗബ ചെയ്തിട്ടല്ലാതെ നമ്മൾ ആരും യാത്രയാക്കരുത്. മഗ്ഫിറത്തിന്റെ 10 നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള 10. ആ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തതാണ് അത്തൗബത്തുൻ നസൂഹ. നസൂഹായ തൗബ ചെയ്തിട്ടല്ലാതെ ഒരാളുടെയും വൻകുറ്റങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ടു തരൂല. വൻകുറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എണ്ണമാണെന്ന്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞില്ലേ, 700ഓളം വൻകുറ്റങ്ങൾ അവിടെ നിന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ. അതിൽപ്പെട്ടൊരു വൻകുറ്റമാണ് നിസ്കാരം. അതിന്റെ സമയത്തിനെയും അതിന്റെ ജംഇന്റെ സമയത്തിനെയും തൊട്ട് കാരണമില്ലാതെ ബന്ധിപ്പിക്കുക എന്നത് വൻകുറ്റത്തിൽപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ ളുഹർ നിസ്കാരം അസ്റിന്റെയും സമയം വിട്ട് ബന്ധിപ്പിക്കുക, കാരണമില്ലാതെ ബന്ധിപ്പിക്കുക, അത് വൻകുറ്റത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വൻകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, വൻകുറ്റങ്ങൾ നമ്മളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വ്യഭിചാരം വൻകുറ്റത്തിൽപ്പെട്ടതാണ്, മദ്യപാനം വൻകുറ്റത്തിൽപ്പെട്ടതാണ്, മറ്റൊരാൾക്ക് സിഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ വൻകുറ്റത്തിൽപ്പെട്ടതാണ്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വൻകുറ്റത്തിൽപ്പെട്ടതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം തിന്മകൾ നമ്മളിൽ വന്നിട്ടുണ്ടോ അതൊക്കെ വരാൻ സാധ്യതയുള്ളവരാണ് പാവപ്പെട്ട നമ്മളൊക്കെ. അള്ളാഹുവിലേക്ക് അത്രയും അടുത്ത അമ്പിയാക്കളെയും ഔലിയാക്കളെയും അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിൽ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ പൊരുത്തപ്പെടിക്കാനുള്ള അവസരം റബ്ബ് നമുക്ക് തന്നിട്ട് ആ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് തൗബ ചെയ്യാൻ പോലും നമുക്ക് മനസ്സ് വന്നിട്ടില്ലെങ്കിൽ നമ്മളെക്കാൾ പരാജിതർ വേറെ ആരാണ്? തൗബ എന്ന് പറഞ്ഞാൽ ഒരു 27-ാം രാവിലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇമാം ചൊല്ലിത്തരുമ്പോ അതിങ്ങനെ ഏറ്റുചൊല്ലലിന്റെ പേരല്ല തൗബ. അതുപോലെ തന്നെ ഏടുകളിൽ നോക്കിയിട്ട് തൗബ നോക്കി ഇങ്ങനെ ചൊല്ലൽ കൊണ്ട് തൗബയാകൂല. യഥാർത്ഥത്തിലുള്ള നസൂഹായ തൗബയാകണം.
يا أيها الذين آمنوا توبوا إلى الله توبة نصوحا നസൂഹായ തൗബയാണ് വേണ്ടത് മുഅ്മിനീങ്ങളെ. നസൂഹായ തൗബ വേണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. ആദ്യമായി വരേണ്ടത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഖേദമാണ്. ആ ഖേദത്തിന്റെ പേരാണ് തൗബ. ഒറ്റക്കിരിക്കുക മുഅ്മിനീങ്ങളെ. നമ്മുടെ പ്രായപൂർത്തിയായത് മുതൽ നമ്മളിൽ വന്ന വീഴ്ചകളെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഓർമ്മയുള്ള വീഴ്ചകളൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. ആ ചിന്തിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ വേദനിക്കണം, ഹൃദയം ഇങ്ങനെ ടെൻഷൻ വരണം. എന്റെ രാജാവിന്റെ മുമ്പിൽ ഈ തിന്മകളുമായി ഞാൻ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ. അതാ ലക്ഷക്കണക്കിന് അമ്പിയാക്കളെ മുമ്പില്, സ്വഹാബത്തിന്റെ മുമ്പില്, ഔലിയാക്കളെ മുമ്പില്, കോടാനക്കോടി മലക്കുകളെ മുമ്പില് ആ തിന്മകളെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോ ഞാൻ വശളായി പോകുമല്ലോ. അതിനെക്കുറിച്ച് പേടിച്ചുകൊണ്ട്, ഖബറിലെ ശിക്ഷയെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുന്ന നബിയുടെ നേതാവല്ലയോ, സ്വഹാബിയല്ലയോ? ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? എല്ലാ നബിമാർക്കും സ്വർഗ്ഗത്തിൽ കൂട്ടുകാരനുണ്ട്. വറഫീഖി ഉസ്മാൻ, എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്ത ദുന്നൂറൈനി എന്ന സ്ഥാനപ്പേര് അറിയപ്പെടുന്ന മഹാനല്ലയോ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ്. അങ്ങനെ ആഖിറമാകുന്ന ലോകത്ത് വശളായി പോകുമെന്ന പേടിയിൽ ഓരോ വ്യക്തിയും ഒറ്റക്കിരുന്നു കൊണ്ട് തന്റെ തിന്മകളെ കുറിച്ച് ആലോചിച്ച് മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ഖേദം വരണം. അതാണ് തൗബയുടെ ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന ഇഖ്ലാസ്, പൂർണ്ണമായ ഇഖ്ലാസ് വേണം. അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം തൗബ. ജനങ്ങളെ പേടിച്ചുകൊണ്ട് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ റഹ്മത്ത് വറഹ്മതി വസിഅത് കുല്ല ശൈ, എല്ലാത്തിലും വ്യാപകമായി കിടക്കാണ് റബ്ബിന്റെ റഹ്മത്ത്. ഒരു പാപം ചെയ്യാൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പാപത്തിനെ കുറിച്ച് തോന്നൽ വന്നു എന്നതുകൊണ്ട് അയാളെ ശിക്ഷിക്കൂല. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ജീവിക്കുമ്പോ പല തിന്മകളും നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ. അങ്ങനെ തോന്നി എന്നതുകൊണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല. എന്നാൽ ആ തിന്മ ചെയ്യാൻ ഉറപ്പിച്ചു. ഉദാഹരണം പറയണം, ഒരാൾ കള്ളു കുടിക്കണം എന്ന് ഉറപ്പിച്ചു. അങ്ങനെ കള്ളുഷാപ്പിൽ പോയി, കള്ള് കിട്ടിയില്ല. എന്നാലും അവർക്ക് കുറ്റുണ്ട്. എന്തേ കാരണം? ഓൻ കള്ളു കുടിക്കാൻ ഉറപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ കള്ള് കിട്ടാതിരുന്നത് എന്തോ ഭാഗ്യം കൊണ്ട്. പക്ഷെ എന്നാൽ ആ ചിന്തിച്ച് ഉറപ്പിച്ചത് കൊണ്ട് അവർക്ക് കുറ്റം കിട്ടും. ഇനി നേരെ മറിച്ച് കുറ്റം ചെയ്യാൻ തീരുമാനിച്ചു, ഒക്കെ റെഡിയായി. പക്ഷെ ആ സമയം വെച്ചുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ എന്തോ ഒരു പേടി വന്നു. ഏത് പേടി? ജനങ്ങളെ പേടിയല്ല, അല്ലാഹ് എന്നെ ശിക്ഷിക്കുമല്ലോ, റബ്ബിന്റെ മുമ്പിൽ വശളാവല്ലോ എന്ന പേടിയിൽ ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ ആ വ്യക്തിക്ക് അതിന് പ്രതിഫലാണ് കൊടുക്കുക. ആ തിന്മയിൽ നിന്ന് മാറിയതിന് അവർക്ക് പ്രതിഫലാണ് കൊടുക്കുക. അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇനി പരിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾ നോക്കി, ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹൻ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. തൗബ ചെയ്താൽ, നമ്മളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തതിന് അള്ളാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താ? തൗബ ചെയ്ത് നല്ല മുഅ്മിനായി അമൽ ചെയ്ത് നല്ല റൂട്ടിൽ ജീവിതം തുടങ്ങി കഴിഞ്ഞാൽ ആ ചെയ്ത തിന്മകളൊക്കെ പകരം അവൻക്ക് അതിന്റെ അതേ സ്ഥാനത്ത് ഹസനാത്താക്കി അവർക്ക് പകരമാക്കി കൊടുക്കും. അപ്പൊ ആ തിന്മ ചെയ്തതിനൊക്കെ കൂലി കിട്ടും. അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കും. ആ ശിക്ഷ മായ്ക്കുക മാത്രമല്ല, അതിന് ഹസനാത്ത് രേഖപ്പെടുത്തും. അത്രയും വിശാലമാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ട് തൗബ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. തൗബ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ആളുകളോടും ശുദ്ധിയിൽ നല്ല വൃത്തിയിൽ നടക്കുന്ന ആളുകളോടും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അതേ ലല്ലാഹു അശദ്ദു ഫറഹൻ
ബിതൗബത്തി അബ്ദിഹി, ഒരു അടിമ തൗബ ചെയ്യൽ മുഖേന അല്ലാഹുവിന് വലിയ സന്തോഷമാണ്. എത്രത്തോളം സന്തോഷാണ് നബി പറയുന്ന ഉദാഹരണം, ഒരാൾ യാത്ര ചെയ്യുമ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു സാധനം നഷ്ടപ്പെട്ട് എല്ലാ ഭാഗത്തും അന്വേഷിച്ചോ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടിയില്ല, നിരാശയോടുകൂടെ മടങ്ങി. പിന്നെയാണ് പെട്ടെന്ന് അത് തിരിച്ചു കിട്ടുന്നത്. എന്നാൽ ആ വ്യക്തിക്ക് എത്ര സന്തോഷം ഉണ്ടാവോ, അതിനേക്കാൾ വലിയ സന്തോഷാണ് ജീവിതം കൈവിട്ടു പോയ അടിമകൾ റബ്ബിലേക്ക് തിരിച്ച് കരഞ്ഞ് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മനുഷ്യന്മാരെ പോലെയല്ല, മനുഷ്യന്മാര് കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. പിന്നെയോ പിന്നെ ആ മനുഷ്യനോട് തെറ്റിയാണെങ്കിൽ ഇജന്റെ പണിയൊക്കെ കയറി ഇനി ചെയ്യൂല എന്നോട് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ ഇജന്റെ പണിയൊക്കെ എത്ര ആശയർക്ക് മാപ്പ് വന്നത്. പക്ഷെ അള്ളാഹു അങ്ങനല്ല, എത്ര തെറ്റ് ചെയ്താലും അള്ളാന്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞാൽ വലിയ റഹ്മത്ത് കാണിക്കുന്ന ആളാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് തൗബ ചെയ്യണം. അത് നമ്മുടെ ഈ മഗ്ഫിറത്തിന്റെ 10 പ്രധാനപ്പെട്ട ഒരു അമലാണ്. രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ പെരുപ്പിക്കണം. ധാരാളം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ഇസ്തിഗ്ഫാർ പെരുപ്പിക്കണം. തൗബയുടെ ഒരു നിബന്ധനയും രണ്ടാമത്തെ നിബന്ധന ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ നിബന്ധനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയെ പറിച്ചു കളയണം. ഖൽഉ എന്ന് പറഞ്ഞത്, ഖൽഉ എന്ന് പറഞ്ഞ വേരോടുകൂടെ പറിക്കണേക്കാണെന്ന് അറിയാം. ഒരു ചെടി അതിന്റെ മുരടുന്ന് പറിക്കല, വേരോടുകൂടെ പറിക്കുക. അപ്പൊ അതിന്റെ ആ വേരും അത് കൂടെ നിൽക്കുന്ന മണ്ണടക്കം ഒരുമിച്ചിട്ട് പറിച്ചെടുക്കണേനാണ് ഖൽഉ എന്ന് പറയുന്നത്. അപ്പൊ ഒരു തെറ്റ്, ആ തെറ്റിന്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളെ തെറ്റ്, നമ്മളെ ഓരോരുത്തർക്ക് സംഭവിക്കുന്ന ന്യൂനത എന്താണോ ആ ന്യൂനതക്ക് സാഹചര്യം വരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ഇങ്ങനെ പൂർണ്ണമായിട്ട് തൗബ ചെയ്യണം. ആ തെറ്റിലേക്ക് ഇനി മടങ്ങൂല എന്ന് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉറപ്പ് പറയണം. ചില ആൾക്കാരെ തൗബ ചെയ്യാത്തത്, തൗബ ചെയ്തിട്ട് എന്താ പിന്നെ നമ്മളാ തെറ്റിക്ക് റമദാൻ കഴിഞ്ഞാൽ പോകൂലേ, അങ്ങനെ നമ്മൾ ചിന്തിക്കണ്ട. അത് അല്ലാഹു തആലയാണ് ശരിയാക്കൂലേ. നമ്മളെ തൗബ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തെറ്റ് ചെയ്യാൻ തോന്നൂല. അപ്പൊ സ്വീകരിക്കണം എന്ന് ആരോട് ചോദിക്കണം? റബ്ബിനോട് ചോദിക്കണം. ആ ചോദിച്ചുകൊണ്ട് ആ അസ്മോട് കൂടെ നമ്മൾ തൗബ ചെയ്യാം. വീണ്ടും അഥവാ തെറ്റ് സംഭവിച്ചാലും വീണ്ടും തൗബ ചെയ്യന്നെ. തൗബ നമ്മൾ ഒരിക്കലും മുടക്കരുത്. തൗബ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രധാനപ്പെട്ട ഒരു ശർത്താണ് തൗബക്ക് അള്ളാഹുവിനോടും സൃഷ്ടികളോടുള്ള ഹക്ക് കിട്ടണം. അതല്ലാതെ നമ്മൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ആൾക്കാരുടെ വൈരാഗ്യം മനസ്സോടുകൂടെ നടക്കുകയാണ്. നമ്മള് കുടുംബബന്ധം മുറിച്ചടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ 27-ന് 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ഏറ്റവും ഇജാബത്ത് കിട്ടുന്ന സ്വർണ്ണപ്പാത്തിന്റെ അടി പോയിരുന്നതോ എന്നിട്ടും കാര്യമില്ല. കുടുംബബന്ധം അവിടെ ശരിയാക്കണം. എന്തേ കാരണത്തിൽ ഞാൻ എന്റെ വക പറയല്ല. അറഫ മൈതാനിയിൽ അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ അവസാനത്തിന് പ്രഭാഷണം നടത്തിയല്ലോ. ആ പ്രഭാഷണം നടത്തിയിട്ട് ദ്വാരക്കാൻ പോവാണ്. ആ ദ്വാരക്കാൻ പോണേയും മുത്തിന് പേരറ്റ ചോദ്യം, ആരെങ്കിലും ഈ സദസ്സിൽ നിന്ന് കുടുംബബന്ധം മുറിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ എണീറ്റ് പോകണം. എന്തേ കാരണം? ദ്വാരക്കാൻ പോകണം. ആരെ ദ്വാരക്കണത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്തേ പറഞ്ഞേക്കാൻ കാരണം? ആ ഇജാബത്ത് അവിടെ കിട്ടണമെങ്കിൽ ആ ആള് സദസ്സിന്റെ ഇജാബത്ത് കിട്ടൂല. അപ്പൊ ഒരു സ്വഹാബി, ഒരൊറ്റ ആള് മാത്രം എണീറ്റുന്നത്. ഒരു സ്വഹാബി എണീറ്റുന്നത് നേരെ മിനായുടെ ഭാഗത്തേക്ക് വേഗം ഓടിപ്പോയി ആ സ്വഹാബിയുടെ ഉമ്മയുടെ സഹോദരിയുമായിട്ട് വർഷങ്ങളായി പിണക്കത്തിലായിരുന്നു. വേഗം പോയിട്ട് ശരിയാക്കി പൊരുത്തപ്പെട്ടു തരണം. ആ സ്വഹാബി വരുന്നവരെ മുത്തുനബി കാത്തിരുന്നു. മുത്തുനബി കാത്തിരുന്ന സ്വഹാബി വന്നപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങൾ പോയത്? ഞാൻ എന്റെ ഉമ്മയുടെ സഹോദരിയുമായി പിണക്കത്തിലായിരുന്നു. ആ പിണക്കം തീർത്തിട്ടുണ്ട്. ഇനി തങ്ങൾ ദ്വാരക്കണം. തങ്ങൾ ദ്വാരുന്നു. അപ്പൊ അല്ലാഹു തആല തൗബ സ്വീകരിക്കണമെങ്കിലും പാപങ്ങൾ പുറത്തു കിട്ടണമെങ്കിലും നമ്മൾ ദുആ സ്വീകരിക്കണമെങ്കിലും അമൽ സ്വീകരിക്കണമെങ്കിലും ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരാളോട് വൈരാഗ്യമില്ല. ആ ഒരു മനസ്സോടുകൂടെ ജീവിച്ചു നോക്കി എന്തൊരു സുഖമാണ്. ആരോട് വെറുപ്പില്ല, വിദ്വേഷമില്ല, പിണക്കല്ല. ഒരാളോട് എനിക്ക് വെറുപ്പില്ല. ആ ഒരു മനസ്സോടുകൂടെ ജീവിക്കാം. അള്ളാഹു അങ്ങനെ തെളിഞ്ഞ ഹൃദയം നമുക്ക് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തൗബ സ്വീകരിക്കണമെങ്കിൽ മനുഷ്യന്മാരോടുള്ള ഹക്കടപാടുകൾ അത് നമ്മൾ ആരെങ്കിലൊക്കെ പറ്റി പറഞ്ഞിക്കണമെങ്കിലൊക്കെ പൊരുത്തപ്പെടിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തന്നെ ഞാൻ തൗബ ചെയ്യണമെങ്കിൽ എന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ പൊരുത്തപ്പെടണമല്ലോ. പൊരുത്തപ്പെടാൻ ഒരാൾ ചോദിച്ചാൽ മരിച്ചാൽ എനിക്ക് പൊരുത്തപ്പെടില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട് ചില ആൾക്കാർ. നാളെ ആഖിറത്തിൽ വന്നാൽ എനിക്ക് പൊരുത്തപ്പെടില്ല. ആഖിറത്തിൽ രക്ഷപ്പെട്ട മരിക്കണോ അതിന്റെ വർത്താനം കേട്ടെ. അങ്ങനത്തെ വർത്താനം നമ്മൾ പറയാൻ പാടില്ല. അഫ്വ് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്യുക, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിട്ടുവീഴ്ച കൊണ്ട് ഇസ്ലാമിന്റെ പ്രബോധനം വിജയിപ്പിച്ച് കാണിച്ചു തന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലേക്കോട്ടെ അതുപോലെ തന്നെ സമൂഹത്തിലേക്കോട്ടെ വിട്ടുവീഴ്ചയിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തൗബ ചെയ്യുക.
അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടണം. അപ്പൊ നിസ്കാരം പെരടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഖളാ വീട്ടണം. നോമ്പ് പെരടിയിലുണ്ടെങ്കിൽ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, 15ാമത്തെ വയസ്സിൽ 10 നോമ്പ് ഒഴിവാക്കിയിരിക്കുന്ന ഒരാൾ. ഉദാഹരണം പറയാം, ഇപ്പൊ 50 വയസ്സായിക്കണ്. അപ്പൊ എത്ര കൊല്ലായി? 35 കൊല്ലായി. ആ 35 കൊല്ലത്തെ മുദ്ദ് കൊടുക്കണം. 35 × 10 അപ്പൊ എത്ര? 350 മുദ്ദ് അരി കൊടുക്കണം. ചിലർക്ക് ലോഡ് കണക്കിന് അരി കൊടുക്കണ്ടോ. കാരണം ചെറിയ പ്രായത്തിൽ നോമ്പൽക്ക് അങ്ങനെ നടന്നിട്ടുണ്ടാവും പ്രായപൂർത്തിയായിട്ട്. ആ വ്യക്തികൾ നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം പോരാ, അതിന്റെ പകരം മുദ്ദ് കൊടുത്താൽ തന്നെ അയാളെ ഹക്ക്, അള്ളാഹിനുള്ള ഹക്ക് വീടുള്ളൂ. അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമായ സമയത്ത് സക്കാത്ത് കൊടുക്കാതെ നമ്മൾ എടുത്ത ചെയ്ത് പൈസ അതൊക്കെ നമ്മളതല്ല, അതൊക്കെ അവകാശപ്പെട്ട വേറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. സക്കാത്ത് തന്നെ കുറെ ആൾക്കാർ മനസ്സിലാക്കി കുറെ 10 നോട്ട് പേരെ വെച്ചിട്ട് ഏതെങ്കിലും കുട്ടിയോട് വരുമ്പോ ഇങ്ങനെ എടുത്തു കൊടുക്കുക സക്കാത്തിന്റെ പൈസ, അതാണ് സക്കാത്ത് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നല്ല സക്കാത്ത്. അവനാന്റെ സമ്പത്ത് എത്രയാണോ കണക്ക് കൂട്ടിയിട്ട് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിച്ച് എന്റെ സക്കാത്ത് എത്ര ഒന്ന് കണക്കൂട്ടി തരുമോ എന്ന് ചോദിച്ച് ആ പണം അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കണം. അത് കൊടുത്താൽ തന്നെ സക്കാത്ത് കൂടുള്ളൂ. അങ്ങനെയാണ് സക്കാത്തിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. കച്ചവടം നടത്തുന്ന ആളുകൾക്ക് അതിന്റെ സക്കാത്ത് ഉണ്ട്. അങ്ങനെ ഓരോ വിഷയത്തിന് സക്കാത്ത് ഉണ്ട്. ആ സക്കാത്തുകളൊക്കെ പാലിക്കണം. ഹജ്ജ് നിർബന്ധ ആളുകൾ ഹജ്ജ് ചെയ്യാൻ വയസ്സവാക്കാത്തക്കല്ല, ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ വേഗം ചെയ്യണം ഹജ്ജ്. ഇങ്ങനെ അള്ളാഹുവിനോടുള്ള ഹക്കടപാടുകൾ തീർത്ത് മനുഷ്യന്മാരോടുള്ള ഹക്കടപാടുകൾ തീർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തൗബ ചെയ്യേണ്ടത്. ആ തൗബയാണ് നസുഹായ തൗബ. അങ്ങനെ തൗബ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇസ്തിഗ്ഫാർ പെരുപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന ദിക്ർ ധാരാളം പെരുപ്പിക്കുക. ഈ മഗ്ഫിറത്തിന്റെ 10 തീരുന്നതിനിടയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. പ്രധാനമായി ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട സമയം അത്താഴ സമയത്താണ്. സുബഹിയുടെ മുമ്പ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് ചൊല്ലുക. അതുപോലെ തന്നെ 100 തവണ അല്ലാഹു അല്ലാഹു അല്ലാഹ്. നമ്മൾ നന്നാവാനുള്ള ദിക്റാണ് പറഞ്ഞിട്ടത്. ഈ 2 ദിക്റും എല്ലാ ദിവസങ്ങളും പതിവാക്കി വെക്കുക. നക്ഷബന്ദിയ തുരീഖത്തിന്റെ ദിക്റുകളാണ്. ഔലിയാക്കളുടെ റൂട്ടിലേക്ക് നമുക്ക് കയറാൻ, അവരുടെ പിന്നാലെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരമാണ്. എല്ലാ ദിവസവും സുബ്ഹിയുടെ മുമ്പ് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന ദിക്റും ഒരു 100 തവണ അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്ന ദിക്റും അതിങ്ങനെ പതിവാക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം അസറിന്റെ ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന ദിക്ർ 100 തവണയും യാ അല്ലാഹു യാ റഹ്മാൻ യാ റഹീം എന്ന ദിക്ർ 100 തവണയും. ഈ 2 ഈ പറഞ്ഞത് ഖാദിരിയ ത്വരീഖത്ത്, നേരത്തെ പറഞ്ഞത് നക്ഷബന്ദിയ ത്വരീഖത്ത്. ആ ദിക്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ട് നടന്നാൽ ആത്മീയമായി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അല്ലാഹു നന്നാക്കി തരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാറുകൾ പെരുപ്പിക്കുക പാപമോചനത്തിന്റെ 2ാമത്തെ വഴിയാണ്. 3ാമത്തെ വഴി വിശദീകരിച്ച് പറയേണ്ടതാണ്, സമയമില്ല. 3ാമത്തത് നന്മകൾ ചെയ്യുക. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യലിലൂടെ പാപങ്ങൾ പുറത്തു കിട്ടും. ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള മാർഗമാണ്. ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള മാർഗമാണ്. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. ആ സൽക്കർമ്മങ്ങൾ പെരുപ്പിക്കുക. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് നോറ്റാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു കിട്ടും. അങ്ങനെ പാപങ്ങൾ പൊറുപ്പിക്കാൻ ഒരുപാട് മാർഗമുണ്ട്. തറാവീഹ് നിസ്കാരം മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അതിന്റെ വോൾട്ടേജ് ഇങ്ങനെ ലാസ്റ്റിക്ക് തീരുമ്പോൾ ഇങ്ങനെ സൊഫ് കുറഞ്ഞു വരാൻ പാടില്ല. ലാസ്റ്റിക്ക് കൂടുതൽ സൊഫ് കൂടി വരണം എല്ലാ പള്ളിയിലും. തറാവീഹ് നിസ്കാരത്തിന് മടി വരുമ്പോ ഈ ഓർമ്മ വരണം, മഗ്ഫിറത്തിന്റെ 10 എന്റെ പാപം പൊറുപ്പിക്കാനുള്ള നല്ല അവസരമാണ്. തറാവീഹ് നിസ്കാരം കഴിയുമ്പോഴേക്ക് എത്ര പാപമാണ് റബ്ബിന് പുറത്തു വരിക എന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്ത് വരില്ല? ഒരു ക്ഷീണം മടിയൊന്നും വരില്ല. ആ തറാവീഹ് നിസ്കാരം കൃത്യമാക്കുക. അങ്ങനെ ഒരുപാട് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള മാർഗങ്ങൾ നന്മ ചെയ്യുന്നതിലൂടെയുണ്ട്. 4ാമത്തതാണ് ദിക്ർ ചൊല്ലുക. ദിക്റുകൾ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് പാപങ്ങൾ പുറത്തു കിട്ടും. 5ാമത്തത് അവസാനത്തേത് നമ്മുടെ പരീക്ഷണങ്ങൾ, നമ്മുടെ രോഗങ്ങൾ. ഇതെല്ലാം ഏതൊരു മുസ്ലിമായ വ്യക്തിക്കും എന്ത് വേദനയും രോഗങ്ങളും വിഷമങ്ങളും എന്തുണ്ടോ, എത്രത്തോളം കാലിൽ തറക്കുന്ന മുള്ളു വരെ അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ കാരണമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد أرحم الراحمين.
റഹീമായ റബ്ബേ, നിന്റെ പരിശുദ്ധമായ പള്ളിയിൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ ഇൽമു കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും സമയം ഇരുന്നത്. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും ഞങ്ങളിൽ നിന്ന് ഇത് സ്വാലിഹായ സൽക്കർമ്മമായി കബൂലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. ശാരീരികമായ, മാനസികമായ, പൈശാചികമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളൊക്കെ ആഖിബത്ത് നീ സന്തോഷാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ റൂഹിനെ പിടിക്കരുതേ റഹ്മാനെ. ഞങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ റൂഹിനെ പിടിച്ചാൽ ഞങ്ങളാകെ വശളായി പോകും റഹ്മാനെ. നസൂഹായ തൗബ ചെയ്തിട്ടല്ലാതെ, നിന്റെ പരിശുദ്ധമായ 2 ഹറമുകളിൽ വന്നിട്ടല്ലാതെ ഞങ്ങൾ ആത്മാവിനെ നീ പിടിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കല്ലേ അല്ലാഹ്. പടച്ച റബ്ബേ, ജനങ്ങളോടും നിന്നോടുമുള്ള ഹക്കടപാടുകൾ തീർത്തിട്ടല്ലാതെ ഞങ്ങൾക്ക് നീ മൗത്ത് നൽകല്ല അല്ലാഹ്. ആ മരണം ഖൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ റാഹത്തോടുകൂടെ ചൊല്ലി സന്തോഷത്തോടുകൂടെ പിരിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, ഞങ്ങളുടെ മഹല്ലത്തിലുള്ളവർ, കുടുംബത്തിലുള്ളവർ, ഹോസ്പിറ്റലുകളിൽ, വീടുകളിലുള്ളവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജഹാനടക്കം ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ റബ്ബേ, ഈ ശഹ്റു റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് പൂർണ്ണമായ ശിഫാ നൽകണേ റഹ്മാനെ. ശിഫാഇന്റെ മാർഗങ്ങളിലേക്ക് നീ പെട്ടെന്ന് എത്തിക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാഹ്. തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് തന്ന മക്കളെയും തരുന്ന മക്കളെയും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اجعلنا من الفائزين بشهر رمضان آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل